ഓം ശാന്തി 13/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ സർവാത്മാക്കളെയും കർമ്മബന്ധനത്തിൽ നിന്ന് സാൽവേജ്, അതായത് മുക്തമാക്കുന്നതിനുള്ള സാൽവേഷൻ ആർമിയാണ്. നിങ്ങൾ കർമ്മബന്ധനത്തിൽ പെട്ടുപോകരുത്. ഈ കലിയുഗ അവസാനത്തിൽ എല്ലാ ആത്മാക്കളും അവരവരുടെ കർമ്മബന്ധനത്തിൽ പെട്ടുകിടക്കുകയാണ്. ഈ ബന്ധനത്തിൽ മറ്റാരുമല്ല പെടുത്തുന്നത്, സ്വയം പെടുന്നതാണ്. എന്നാൽ ബാബ വന്ന് നമ്മളെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാക്കി മറ്റുള്ളവരെയും മുക്തരാക്കുന്നതിനുള്ള ട്രെയിനിങ് നൽകുകയാണ്, പഠിപ്പ് നൽകുകയാണ്. ഈ പഠിപ്പിന്റെ ആധാരത്തിൽ, നാം മനസ്സിലാക്കുന്നതിന്റെ ആധാരത്തിൽ നമുക്ക് മറ്റുള്ളവരെയും കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള ബാബയുടെ സേനയാണ് സാൽവേഷൻ ആർമി, അതായത് മോചിപ്പിക്കുന്നവരുടെ ആർമി, സൈന്യം എന്ന് പറയുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നമ്മൾ ആത്മാക്കൾ ഒരിക്കലും ഒരു കർമ്മബന്ധനത്തിലും പെട്ടുപോകരുത്. അനാവശ്യമായ വ്യർത്ഥ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് നാം കർമ്മബന്ധനങ്ങളിൽ പതുക്കെ പതുക്കെ പെട്ടുപോകുന്നത്. വ്യർത്ഥമായ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങൾ കാണുക, ചിന്തിക്കുക, ഇതാണ് കർമ്മബന്ധനത്തിൽ പെടുന്നതിൻ്റെ ആദ്യ ചുവട്. ബാബ പറയുന്നു, നമ്മൾ സാൽവേഷൻ ആർമിയിലുള്ളവരാണ്, കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരാണ്. നാം ഒരിക്കലും കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോകരുത്. ചോദ്യം: ഏത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആത്മാവ് വളരെ വളരെ ശക്തിശാലി ആയിത്തീരും? ഉത്തരം: എപ്പോൾ സമയം ലഭിക്കുന്നുവോ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആകുന്നത്, അതായത് ശരീരത്തിൽ നിന്ന് ഉപരിയാകുന്നത് പ്രാക്ടീസ് ചെയ്യൂ. ഡിറ്റാച്ച് ആകുന്നതിലൂടെ ആത്മാവിൽ ശക്തി തിരിച്ചു വരുന്നു, ആത്മാവിൽ ബലം നിറയുന്നു. നിങ്ങൾ അണ്ടർഗ്രൗണ്ട് മിലിറ്ററിയാണ്, അതായത് ഗുപ്തമായ സൈന്യമാണ്. നിങ്ങൾക്ക് ഡയറക്ഷൻ ലഭിക്കുകയാണ്, അറ്റൻഷൻ പ്ലീസ്, അതായത് ശ്രദ്ധിക്കൂ. അതിനർത്ഥം ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കൂ, അശരീരിയായി തീരൂ. ഏത് പരിശീലനമാണ് അല്ലെങ്കിൽ പ്രാക്ടീസാണ് നാം എല്ലായ്പ്പോഴും ചെയ്യേണ്ടത്? ബാബ പറയുന്നു, ഈ ശരീരത്തിൽ നിന്ന് ഉപരിയാകുന്നതാണ് നാം പരിശീലിക്കേണ്ടത്. എപ്പോൾ സമയം ലഭിക്കുന്നുവോ, സമയം ലഭിക്കുക അർത്ഥം 1 മണിക്കൂർ, അരമണിക്കൂർ, 2 മണിക്കൂർ അങ്ങനെ സമയം കിട്ടുമ്പോഴല്ല. 1 നിമിഷം, അരനിമിഷം, 5 നിമിഷം, ഇങ്ങനെ ചെറിയ തോതിൽ സമയം ലഭിക്കുകയാണെങ്കിലും നാം ശരീരത്തിൽ നിന്ന് എങ്ങനെ ഉപരിയാകണം എന്നത് പ്രാക്ടീസ് ചെയ്യണം. ഈ ശരീരം എന്നത് നമ്മുടെ വസ്ത്രമാണ്. ഈ ശരീരത്തിലിരുന്ന് ആത്മാവ് തൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഈ കഥാപാത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും നാം ഉപരിയാകണം. ഇങ്ങനെ ഉപരിയാകുന്നതിലൂടെയാണ് ആത്മാവിന് തൻ്റെ ശക്തി തിരിച്ചു കിട്ടുന്നത്, ബലം നിറയുന്നത്. ആത്മാവ് ദ്വാപരയുഗം മുതൽ, ശരിക്കും പറഞ്ഞാൽ സത്യയുഗം മുതൽ ഈ ശരീരം ഉപയോഗിച്ച് ഈ ശരീരത്തിനോട് ഒരു വല്ലാത്ത മമത്വം വന്നിരിക്കുകയാണ്. ശരീരമില്ലാതെ തൻ്റേതായ ഒരു വ്യക്തിത്വം ഇല്ല എന്ന ഒരു വിശ്വാസം ഉറച്ചിരിക്കുകയാണ്. ഈ വിശ്വാസം മാറ്റിയെടുക്കുന്നതിന് ശരീരത്തിൽ നിന്ന് ഉപരിയാകുന്നത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ശരീരത്തിൽ നിന്ന് ഉപരിയാകുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ശരീരം വിടുമ്പോഴാണ്. എന്നാൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നാം ശക്തിശാലിയായി മാറുന്നു. നമ്മൾ ബാബയുടെ ഗുപ്ത സേനാനികളാണ്. നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശമാണ്
അറ്റൻഷൻ പ്ലീസ്, നന്നായി ശ്രദ്ധിക്കൂ. അതായത് ഒരു ബാബയുടെ ഓർമ്മയിലാണിരിക്കേണ്ടത്, അശരീരിയാണ് ആകേണ്ടത്. ഈ 2 കാര്യങ്ങളിലും നന്നായി ശ്രദ്ധിക്കൂ. മുഴുവൻ ദിവസത്തിലും നാം എത്ര നേരം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു, എത്ര നേരം നാം ആത്മാവായി ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നു എന്നത് നാം ചെക്ക് ചെയ്യണം. അത് സമയം വർദ്ധിപ്പിച്ചുകൊണ്ടും ഇരിക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ലൈറ്റ് ഹൗസായി എല്ലാവർക്കും ശാന്തിധാമം സുഖധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. എല്ലാവരുടെയും തോണി ദുഃഖധാമത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. തൻ്റെ മംഗളവും ചെയ്യണം. 2. തൻ്റെ ശാന്ത സ്വരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച്, അതായത് ഉപരി ആകുന്നത് അഭ്യസിക്കണം. ഓർമ്മയിൽ കണ്ണുകൾ തുറന്നിരിക്കണം. ബുദ്ധി കൊണ്ട് രചയിതാവിനെയും രചനയെയും സ്മരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം സേവനം വളരെ ഹൃദയപൂർവ്വം ചെയ്യണം. എല്ലാ ആത്മാക്കൾക്കും തിരിച്ചു വീട്ടിലേക്കും തൻ്റെ രാജധാനിയിലേക്കും പോകുന്നതിനുള്ള വഴി കാട്ടിക്കൊടുക്കണം. എല്ലാവരുടെ തോണിയും ഈ ദുഃഖധാമത്തിലാണ്. ഈ തോണിയെ ദുഃഖധാമത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. ഈ സേവനമെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തൻ്റെയും മംഗളം ചെയ്യണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം ഈ ശരീരത്തിലിരിക്കെ ശാന്തചിത്തസ്ഥിതിയിലിരുന്നു കൊണ്ട് ശരീരത്തിൽ നിന്ന് ഉപരിയാകണം. എപ്പോഴാണോ നമ്മുടെ മനസ്സ് തീർത്തും ശാന്തമാകുന്നത്, അപ്പോൾ ശരീരത്തിൽ നിന്ന് ഉപരിയാകുന്നത് സഹജമായി തീരുന്നു. ഇത് പലപ്പോഴായി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് അശരീരിയാകുക എന്നത് സഹജമായി തീരുന്നു. ഓർമ്മിക്കുമ്പോൾ, അതായത് ബാബയെ ഓർമ്മിക്കുമ്പോൾ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കണം. ബുദ്ധി കൊണ്ടാണ് നാം രാജയോഗ അഭ്യസിക്കേണ്ടത്, കണ്ണുകൾ കൊണ്ടോ ശരീരം കൊണ്ടോ അല്ല. നാം യോഗത്തിലിരിക്കുമ്പോൾ ബാബയെയും ഈ സൃഷ്ടി ചക്രത്തെയും ഓർമ്മിക്കണം. വരദാനം: തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപവും ശക്തിസ്വരൂപവും ആക്കുന്ന സമ്പൂർണ്ണ പവിത്രരായി ഭവിക്കട്ടെ. ബാബയ്ക്ക് സമാനം ആകുന്നതിന് പവിത്രതയുടെ ആധാരം ഉറപ്പിക്കൂ. ആധാരത്തിൽ ബ്രഹ്മചര്യവ്രതം ധാരണ ചെയ്യുക എന്നത് സാധാരണ കാര്യമാണ്. ഇതിൽ മാത്രം സന്തോഷിക്കരുത്. ദൃഷ്ടിയുടെയും വൃത്തിയുടെയും പവിത്രതയിലും അണ്ടർലൈൻ ചെയ്യണം. ഒപ്പത്തിനൊപ്പം തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപവും ശക്തിസ്വരൂപവുമാക്കൂ. സങ്കല്പത്തിൽ ഇപ്പോഴും വളരെ ദുർബലതയുണ്ട്. ഈ ദുർബലതയെ സമാപ്തമാക്കൂ. അപ്പോൾ പറയും സമ്പൂർണ്ണ പവിത്രാത്മാവ് എന്ന്. ബ്രാഹ്മണ ആത്മാവാകുന്നതിന് തീർച്ചയായും ബ്രഹ്മചര്യം പാലിക്കണം. എന്നാൽ ബ്രഹ്മചര്യം എന്നത് ഒരു ചുവട് മാത്രമേ ആകുന്നുള്ളൂ. ഇത് പാലിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരുന്നു പോകരുത്. ദൃഷ്ടിയും വൃത്തിയും പവിത്രമാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. സങ്കല്പത്തിലും വളരെയധികം ദുർബലതകളുണ്ട്. ഈ ദുർബലതയെല്ലാം മാറ്റുമ്പോഴാണ് സമ്പൂർണ്ണ പവിത്രാത്മാവാകുന്നത്. ഈ ദുർബലതയെ മാറ്റുന്നതിന് സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനം നിറഞ്ഞതും ശക്തി നിറഞ്ഞതും ആക്കിയെടുക്കണം. സ്ലോഗൻ: ദൃഷ്ടി എല്ലാവരെ പ്രതിയും ദയയും ശുഭഭാവനയും ഉള്ളതാണെങ്കിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും അംശം പോലും വരിക സാധ്യമല്ല. എങ്ങനെ അഭിമാനത്തെയും അപമാനത്തെയും മാറ്റിയെടുക്കാം എന്ന് ബാബ സ്ലോഗനിലൂടെ പറഞ്ഞു തരുന്നു. എല്ലാ ആത്മാക്കളെ പ്രതിയും ശുഭഭാവന വേണം. എല്ലാവരെ പ്രതിയും ദയാഹൃദയവും ഉണ്ടായിരിക്കണം.
ഇതിലൂടെ അഭിമാനവും അപമാനവും അംശസഹിതം മാറും. ഓം ശാന്തി.